നമ്മുടെ അനീഷേട്ടൻ പുറത്തിരിക്കുന്ന അനുമോളുടെ അടുത്ത് പോയിരുന്നിട്ട് അനുമോളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അവർ തമ്മിലുള്ള ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും അനുമോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും അനീഷേട്ടൻ ആ സമയത്ത് അനുമോൾക്കൊരു തുണയായിട്ടോ അല്ലെങ്കിൽ ഒരു കെയറിംഗ് ആയിട്ടോ എപ്പോഴും ചെല്ലാറുണ്ട്. ഇപ്പോഴും അനുമോൾ പുറത്ത് നെവിനുമായിട്ടുള്ള വഴക്ക് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയിരിക്കുമ്പോൾ അനീഷേട്ടൻ അനുമോളോട് പറയാണ്, അനുമോളെ വഴക്കൊക്കെ കഴിഞ്ഞില്ലേ, എന്തിനായി തണുപ്പത്ത് വന്നിരിക്കുന്നേ, അപ്പോൾ അകത്ത് വന്നിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഞാൻ അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വരാറില്ല, കാരണം എല്ലാവർക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവരവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ കുറച്ചുകൂടെ മാറുമായിരിക്കും. പക്ഷേ ഇപ്പം മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അനുമോളുടെ അടുത്ത് അകത്ത് കയറിയിരിക്കാൻ പറയുന്നതെന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ തിരിച്ച് പറയുന്നത്, അനീഷേട്ടൻ എനിക്കിപ്പോൾ വരാൻ താല്പര്യമില്ല, എനിക്ക് ഇവിടെ ഇരിക്കാനാണ് കംഫർട്ടബിൾ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, എനിക്ക് മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് എല്ലാം മറന്നിട്ട് ഒരു ദിവസം അന്നേരം തന്നെ മറന്നിട്ട് വന്ന് അഭിനയിക്കാൻ അറിയത്തില്ല. എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ആ ആളെ ഇഷ്ടമല്ലാത്ത പോലെ തന്നെയാണ് ഞാൻ ബിഹേവ് ചെയ്യുക. പിന്നെ എനിക്ക് ആളെ കാണുന്നത് പോലും ഇഷ്ടമല്ല. പുറത്തിറങ്ങി പോകണമെന്നുണ്ട്, പക്ഷേ എനിക്കിവിടെ നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ എനിക്ക് അവനെ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം, ടാസ്ക് നന്നായിട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ പ്ലാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അനുമോൾ പറയുന്നു, ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ നമുക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത സമയത്ത് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണ്ടേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാനൊന്നും നമുക്ക് സാധാരണ സമയം കിട്ടാറില്ലല്ലോ. അതേപോലെ തന്നെ അനുമോൾ പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു വീടല്ലേ, അപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പുറത്തെ ആൾക്കാരെ, അതായത് ഫോണും ഇല്ല, ഒന്നും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ കുറച്ച് പേരെ അടച്ചിട്ടാൽ ആരൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്വഭാവം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ സ്വഭാവം അവൻ കാണിച്ചു, അവൻ്റെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചു, അവൻ്റെ ദേഷ്യം തീർത്തു, പിന്നെ പലരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകളും എന്നതിനെക്കുറിച്ചൊക്കെ അനുമോൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനെ പറയാണ്, ഞാനിങ്ങനെ അനുമോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഇങ്ങോട്ട് ഇങ്ങനെ വരാറില്ലല്ലോ, പക്ഷേ ഇപ്പം മഴ പെയ്യാണ്, തണുപ്പല്ലേ, അനുമോൾക്ക് വല്ല പനിയും പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്, അനുമോൾ അകത്ത് കയറിയിരിക്കും എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അനീഷേട്ടൻ എപ്പോഴും നമ്മുടെ അനുമോളുടെ അടുത്തൊരു സ്നേഹവും ഒരു കെയറിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. എപ്പോൾ വിഷമിച്ചാലും അടുത്ത് വന്നിരുന്ന് പുള്ളി സംസാരിക്കാറുണ്ട്. ഇതേ സമയം അകത്ത് നമ്മുടെ ഷാനവാസിക്ക നൂറയുടെ അടുത്തും സാമൻ്റെ അടുത്തും അതിൻ്റെ അടുത്തൊക്കെ പറയുവാണ്, എപ്പോൾ ജയിൽ നോമിനേഷൻ വന്നാലും അനീഷ് അനു ഇതത് മാറ്റണം. കഴിഞ്ഞ ടൈം ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മൾ ആര്യൻ്റെ പൊക്കി, ബിഗ് ബോസിനെ വരെ കളിപ്പിച്ച് അവൻ കോയിൻ എടുത്ത് മാറ്റിയിട്ട് നമ്മളത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല, അവനെ നോമിനേറ്റ് ചെയ്തില്ല, ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ ഷാനവാസ് അവരുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് കാര്യമാണ് ഷാനവാസ് പറയുന്നത്, അവരത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ചെയ്യുന്നില്ല പലപ്പോഴും.